ഹായ്, വെൽക്കം ടു ക്രാക്ക് വൺ. ഇപ്പം നമ്മളിത് നോക്കാൻ പോകുന്നത് PSCയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ, IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. പുതിയൊരു സീരീസ് ആണ് ഇവിടെ തുടങ്ങുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഫുൾ ക്ലാസ് ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. സിലബസിലുള്ള ഫുൾ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യും. ഇത് മെയിനായിട്ട് കൂടുതലായിട്ട് ചോദിക്കുക പറയുന്നത് എവിടെയായിട്ടെന്നറിയല്ലോ, നമ്മുടെ ഡിഗ്രി ലെവലിലെ എക്സാമുകൾക്കാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഡിഗ്രിയിൽ പ്രിലിംസിനും മെയിൻസിനും നന്നായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ കൂടുതൽ ചോദിക്കുന്നത് 10th ലെവലിന് 3-4 മാർക്കിനേരെ ഇത് ചോദിക്കാറുണ്ട്. ഇത് കൂടുതലും ഇവർ ചോദിക്കാറുള്ളത് കറണ്ട് അഫയർ ഭാഗത്തായിട്ടാണ് ഇവർ കൂടുതൽ ചോദിക്കാറുള്ളത്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഇതിനകത്ത് അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. കമ്പ്യൂട്ടറിന്റെ ബേസിക് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് ഇൻപുട്ട്, ഔട്ട്പുട്ട്, ആദ്യത്തെ കമ്പ്യൂട്ടർ ജനറേഷൻസ്, നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ മൊത്തം നമ്മൾ അത്യാവശ്യം നോക്കിയിരിക്കണം. നമ്മളൊരു +2 ലെവൽ ഇതിലാണ് നമ്മൾ പഠിക്കുന്നത്. ഡിഗ്രി അത്രയും ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണം. കാരണം സിലബസിൽ അത്രയും ഇതായിട്ട് പറയുന്നില്ല. നമ്മളൊരു +2 കമ്പ്യൂട്ടർ സയൻസിന്റെ ലെവലിൽ പഠിക്കണം. കാരണം അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കമ്പ്യൂട്ടർ പറയുന്നുണ്ട്. ആ ഒരു ഡീപ്പ് ലെവലിൽ പഠിച്ചില്ലെങ്കിൽ നമുക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമുക്ക് ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് അവർ ഇങ്ങനെ ഒരു സിലബസ് കൂടി അതിനകത്ത് ചേർക്കുന്നത്. ടോപ്പിക്ക് സിലബസ് ആയിട്ട് അതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോക്കണം. കാരണം നമ്മൾ മിക്കവർക്കും മാർക്ക് പോകുന്ന ഒരു ഭാഗമാണ് ഇത്. കാരണം ഇത് അധികം ആൾക്കാർ അങ്ങനെ നോക്കാറില്ല. ഈ ഒരു ഏരിയയിലേക്ക് അധികം ആൾക്കാർ അങ്ങനെ നോക്കാറില്ല ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. കാരണം ഇത് അത്യാവശ്യം നന്നായിട്ട് ഇത് എല്ലാവർക്കും ഒന്നും അറിയുന്ന ഭാഗമല്ല. ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പൊ ഇന്നത്തെ കാലത്ത് തന്നെ ഫോൺ ഉപയോഗിക്കുന്നവർക്കല്ല. പക്ഷെ ഫോൺ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ പോലും ഫോൺ ഉപയോഗിക്കാൻ നന്നായിട്ട് അറിയാം. പക്ഷെ ഈ കമ്പ്യൂട്ടറിന്റെ ഈ തിയറിക്കൽ പാർട്ടിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒന്നും അത് അത്ര അറിയണം എന്നുണ്ടാവില്ല. അറിവുണ്ടാവുന്ന നിർബന്ധമില്ലല്ലോ. അപ്പോൾ എന്താണ് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും നന്നായിട്ട് നമ്മൾ ഇത് എല്ലാ ടോപ്പിക്കും, അതായത് ഒരു എക്സാം പ്രത്യേകിച്ച് PSC ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ, ഇപ്പൊ കട്ട് ഓഫ് കണ്ടല്ലോ, 80-85 വരെ കട്ട് ഓഫ് കയറുന്നു. 85 മേലെ കട്ട് ഓഫ് വരെ വരുന്ന എക്സാമുകൾ വരുന്നുണ്ട് ഇപ്പോൾ, ഇഷ്ടംപോലെ എക്സാമുകൾ, അത് മെയിൻസ് എക്സാമുകൾക്ക്. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ടോപ്പിക്കും, അതായത് ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. സിലബസിലെ എല്ലാ ഭാഗവും നമ്മൾ നന്നായിട്ട് കവർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് റാങ്കിന് മേലെ കയറി ഏറ്റവും മേലെയുള്ള റാങ്കിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ അത് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മളെല്ലാം പഠിക്കണം. അപ്പം IT എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. സയൻസും ഇതൊക്കെ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏകദേശം 5 മാർക്ക് മുതൽ 8 മാർക്കിന് വരെ ഇൻഫർമേഷൻ ടെക്നോളജി ചോദിക്കാറുണ്ട്. അതിൽ കൂടുതലും കറണ്ട് അഫയർ ആയിരിക്കും അവർ കൂടുതലും ചോദിക്കാറ്. അതോടൊപ്പം തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് ഇതിന്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്കാണ്. ഇതിന്റെ കുറച്ച് ബേസിക് ഫാക്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കുറച്ച് ബേസിക് ഫാക്ട്സ്, കമ്പ്യൂട്ടറിന്റെ കുറച്ച് ഹിസ്റ്ററിയൊക്കെ ആയി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ കമ്പ്യൂട്ടറുമായിട്ടുള്ള ബന്ധപ്പെട്ട ഫുൾ ക്ലാസ് നമ്മൾ ഈ ചാനലിൽ തരുന്നതായിരിക്കും. അപ്പൊ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കമ്പ്യൂട്ടറിന്റെ ഫുൾ ഫോം, അത് കമ്പ്യൂട്ടർ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ കമ്പ്യൂട്ടർ എന്ന വാക്കിന്റെ ഫുൾ ഫോം ഉണ്ട്. അതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് പഠിക്കണം. എന്താണത്? കോമൺ ഓപ്പറേറ്റിംഗ് മെഷീൻ പർട്ടിക്കുലർ യൂസിങ് ഫോർ ടെക്നോളജി എഡ്യൂക്കേഷൻ റിസർച്ച്. ടെക്നോളജിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച്. എന്താണ്? കോമൺ ഓപ്പറേറ്റിംഗ് മെഷീൻ പർട്ടിക്കുലർ യൂസിങ് ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ടെക്നിക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്താണ്? കോമൺ ഓപ്പറേറ്റിംഗ് മെഷീൻ പർട്ടിക്കുലർ യൂസിങ് ഫോർ ടെക്നോളജി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഈ ടെക്നോളജി എന്ന് പറഞ്ഞ സാധനത്ത് ചില സമയത്ത് ടെക്നിക്ക് എന്ന് പറയാറുണ്ട്. അത് ചിലയിടത്ത് നമ്മൾ ഫുൾ ഫോം വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ അതിന് ഓപ്ഷൻസ് അനുസരിച്ച് PSC ചോദിക്കുന്ന അനുസരിച്ച് ചെയ്തോളാം. കാരണം ചിലയിടത്ത് ടെക്നോളജി ചിലയിടത്ത് ടെക്നിക്കൽ എന്ന് കൊടുക്കാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അത് ചെയ്യണം. അതാണ് വരുന്നത്. കാരണം വെച്ചാൽ ഇത് കറക്റ്റ് ഇന്നതെന്ന് നമുക്ക് ചിലതിന് കിട്ടില്ലല്ലോ. ഇതായിട്ട് പോപ്പുലർ ആയിട്ട് കാണുന്ന ഒരു ഫുൾ ഫോം ആണ് കോമൺ ഓപ്പറേറ്റിംഗ് മെഷീൻ പർട്ടിക്കുലർലി യൂസിങ് ഫോർ ടെക്നോളജി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇനി ലാറ്റിൻ ഭാഷയെ കമ്പ്യൂട്ടറെ എന്ന വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വാക്കുണ്ട്. ഏതാണ്? കമ്പ്യൂട്ടറെ എന്ന വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വാക്കുന്നത്. അത് ഏത് ഭാഷയാണ്? ലാറ്റിൻ ഭാഷയിലുണ്ട്. ലാറ്റിൻ ഭാഷയെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വാക്കുണ്ടായത്. യൂസറിൽ നിന്നും ആവശ്യമായ ഡാറ്റ സ്വീകരിച്ച് അവയെ പ്രോസസ്സിന് വിധേയമാക്കി അർത്ഥമുള്ള ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ. എന്താണ് കമ്പ്യൂട്ടർ? എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? യൂസറിൽ നിന്നും ആവശ്യമായ ഡാറ്റ സ്വീകരിച്ച് അവയെ പ്രോസസ്സിങ്ങിന് വിധേയമാക്കി അർത്ഥമുള്ള ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത്. എന്താണ്? യൂസറിൽ നിന്നും ആവശ്യമായ ഡാറ്റ സ്വീകരിച്ച് അവയെ പ്രോസസ്സിങ്ങിന് വിധേയമാക്കി അർത്ഥമുള്ള ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണം. അതായത് നമ്മളൊരു ഡാറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ അവർ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തിട്ട് അത് നമ്മൾക്ക് നല്ലൊരു ഔട്ട്പുട്ട്, വേറെ നമുക്ക് എന്താണ് വേണ്ടത് ആ ഔട്ട്പുട്ട് ആക്കി മാറ്റും. അങ്ങനെ മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് കമ്പ്യൂട്ടറിൽ നിന്ന് പൊതുവെ അറിയപ്പെടുന്നത്.
ഇപ്പം നമ്മളൊരു കാര്യം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് ചെയ്ത് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് വേറെ രീതിയിൽ ചെയ്ത് തരുന്നില്ലേ? അതിനാണ് നമ്മൾ എന്താന്ന് പറയുന്നത് ഇൻപുട്ട്, ഔട്ട്പുട്ട് എന്ന് പറയുന്ന സംഭവങ്ങൾ പറയുന്നത്. ഇൻപുട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഡാറ്റയെ ഔട്ട്പുട്ടായിട്ട് ഇൻഫർമേഷൻ ആയിട്ടാണ് അവർ തിരിച്ചു തരുന്നത്. അങ്ങനെ ഇൻഫർമേഷൻ ആയിട്ട് തിരിച്ചു തരുന്നതാണ് ഇലക്ട്രോണിക് ഉപകരണം. അതായത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നമ്മളിപ്പോൾ ഒരു ക്രോമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സെർച്ച് ബ്രൗസറിൽ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്നു. പക്ഷെ ആ ചോദ്യം ഔട്ട്പുട്ടായിട്ട് അവർ തരുന്നത് വേറെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഉത്തരമായിട്ടാണല്ലോ ഔട്ട്പുട്ട് തരുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സിങ്ങിന് വരുന്ന ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണം എന്താണ്? ഒരു കമ്പ്യൂട്ടറാണ്. അത് നമ്മുടെ ഒരു ഫോണും എന്താണ് ഒരു കമ്പ്യൂട്ടറായിട്ട് നമുക്ക് കണക്കാക്കാം എന്നാണ് പറയുന്നത്. കാരണം കമ്പ്യൂട്ടർ ചെയ്യുന്ന ഏകദേശം അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണുകളും ചെയ്യുന്നത്. ഇനി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ടു കാൽക്കുലേറ്റ് എന്നാണ്. എന്താണ്? ടു കാൽക്കുലേറ്റ് എന്നാണ് കമ്പ്യൂട്ടർ എന്ന വാക്കിന്റെ അർത്ഥം. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കാൽക്കുലേറ്റ് എന്നാണ് കേട്ടോ. ടു കാൽക്കുലേറ്റ് എന്നാണ് അർത്ഥം വരുന്നത്. ഇനി ഡാറ്റ എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളാണ് ഡാറ്റ എന്നറിയപ്പെടുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന കുറച്ച് വിവരങ്ങളുണ്ടല്ലോ, ആ വിവരങ്ങളെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഡാറ്റകൾ എന്നറിയപ്പെടുന്നത്. പൂർണ്ണമായിട്ട് പ്രോസസ്സ് ചെയ്യപ്പെടാത്ത വിവരങ്ങളെയാണ് ഡാറ്റ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇൻഫർമേഷൻ എന്താണ് പഠിക്കണം. ഇൻഫർമേഷൻ ചുരുക്കി പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡാറ്റ. കളക്ഷൻ ഓഫ് ഡാറ്റയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന് ഇൻപുട്ടായി കൊടുക്കുന്ന ഡാറ്റ വിവരങ്ങളായി നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇത് കമ്പ്യൂട്ടറിലേക്ക് നമ്മളൊരു ഡാറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രോസസ്സ് ചെയ്ത് വേറൊരു ഇൻപുട്ടായിട്ട്, അതായത് എല്ലാം ഡാറ്റ ചെയ്ത് അവർ മാറ്റിയിട്ടാണല്ലോ നമുക്ക് തരുന്നത്. നമ്മുടേത് ആവശ്യത്തിനുള്ള രീതിയിലേക്ക് അവർ പ്രോസസ്സ് ചെയ്ത് തരുന്നത്. അപ്പം അങ്ങനെ തരുന്നതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതിനെ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡാറ്റ എന്നാണ് ഇൻഫർമേഷൻ അറിയപ്പെടുന്നത്. ഇൻഫർമേഷൻ എന്താ അറിയപ്പെടുന്നത്? കളക്ഷൻ ഓഫ് ഡാറ്റ. ഇനി എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ് കമ്പ്യൂട്ടറിന്റെ പിതാവ്. കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്? ചാൾസ് ബാബേജ് ആണ്. അദ്ദേഹമാണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് കേട്ടോ. ആരാണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്? ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ഉണ്ട്. എന്താണത്? എ പാസേജ് ഫ്രം ലൈഫ് ഓഫ് എ ഫിലോസഫർ. എ പാസേജ് ഫ്രം എ ലൈഫ് ഓഫ് എ ഫിലോസഫർ എന്നാണ് ചാൾസ് ബാബേജിന്റെ ഓട്ടോബയോഗ്രഫി എന്ന് അറിയപ്പെടുന്നത്. എ പാസേജ് ഫ്രം ലൈഫ് ഓഫ് എ ഫിലോസഫർ. ഇനി മദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്, നമുക്ക് ഈ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണെന്ന് നമുക്ക് ചോദിച്ചാൽ ആർക്കും അത്യാവശ്യം ഇപ്പോഴത്തെ നോളജ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചാൾസ് ബാബേജ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഈ കമ്പ്യൂട്ടറിനെ പറ്റി വലിയതായിട്ട് പഠിക്കാത്ത ഒരു സാധാരണ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരാൾക്ക് എന്തായാലും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്? ചാൾസ് ബാബേജ് എന്നുള്ളത്. എന്നാൽ മദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എല്ലാവർക്കും ഒന്നും പിടിയിട്ടുണ്ടാവില്ല. കാരണം അത്ര പോപ്പുലർ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരല്ല അത്. അങ്ങനെ മദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ആരാണ്? അഗസ്റ്റ അഡ ലവ്ലേസ്. ആരാണ്? അഗസ്റ്റ അഡ ലവ്ലേസ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയാണ് ഈ മദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. ഇവരാരായിരുന്നു? ഇവര് ചാൾസ് ബാബേജിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. ഇവര് പക്ഷേ മദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടാൻ കാരണം അഡ എന്ന സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചത്. സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ച ആരാണ്? അഡ എന്ന സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചത് അഗസ്റ്റ അഡ ലവ്ലേസ് ആണ്. മാത്രമല്ല ലോകത്തിൽ ആദ്യ പ്രോഗ്രാമർ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും അഗസ്റ്റ അഡ ലവ്ലേസ് ആണ് കേട്ടോ. ലോകത്തിൽ ആദ്യ പ്രോഗ്രാമായി കണക്കാക്കുന്ന ആരെയാണ്? അഗസ്റ്റ അഡ ലവ്ലേസിനെയാണ് ലോകത്തിലെ ആദ്യത്തെ പ്രോഗ്രാമറായിട്ട് കണക്കാക്കുന്നത് അഗസ്റ്റ അഡ ലവ്ലേസിനെയാണ്. അഡ എന്ന സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചതും ഇവരാണ്. അപ്പം മദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ആരാണ്? അഗസ്റ്റ അഡ ലവ്ലേസ്. കാരണം ഫാദർ എല്ലാവർക്കും അത്യാവശ്യം അറിയുന്നതാണ്. എന്നാൽ മദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന അഗസ്റ്റ അഡ ലവ്ലേസ് ആണ്. അഡ എന്ന സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ച ആരാണ്? ഈ അഗസ്റ്റ അഡ ലവ്ലേസ് ആണ്. ലോകത്തിലെ ആദ്യത്തെ പ്രോഗ്രാമർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അഗസ്റ്റ അഡ ലവ്ലേസ് ആണ്. അപ്പോൾ ആ പേര് ഓർത്ത് വെച്ചോട്ടോ, ഒരിക്കലും വിട്ടുപോകരുത്. അഗസ്റ്റ അഡ ലവ്ലേസ്. കാരണം കമ്പ്യൂട്ടറിൽ മദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നതാണ് അഗസ്റ്റ അഡ ലവ്ലേസ്. ഇനി ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ. നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കുറച്ച് ഹിസ്റ്ററിയിലേക്ക് കിടക്കുക എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മെഷീനുകൾ, പണ്ട് കാലത്തെ കുറച്ച് മെഷീനുകളാണ് മെയിനായിട്ട് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് കുറച്ച് പഴയ കാലം, അതായത് കമ്പ്യൂട്ടറിന്റെ തുടക്കകാലം എങ്ങനെയാണ്, അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഇപ്പോൾ കാണുന്ന രൂപത്തിലേക്ക് മാറുന്നതിന് മുമ്പ് കുറേ രീതിയിലുള്ള മെഷീനുകളായിട്ട് പല രൂപാന്തരങ്ങളിൽ മാറിയാണ് ഇന്ന് കാണുന്ന നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഈ ടാബിന്റെ ഒക്കെ രൂപത്തിലേക്ക് നമ്മുടെ കൈകളിൽ ഇരിക്കുന്നത്. അപ്പൊ കുറച്ച് ഡിവൈസുകൾ ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് ബേസിക് കുറച്ച് ഈ PSC ചോദിക്കാറുള്ള പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ +2 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കാവുന്ന അബാക്കസ്. എല്ലാവർക്കും അബാക്കസ് എന്താണെന്ന് അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. ലോകത്തിലാകത്തെ കൗണ്ടിങ് ഡിവൈസ് ആണ് അബാക്കസ് എന്ന് പറയുന്നത്. ലോകത്തിലാകത്തെ കൗണ്ടിങ് ഡിവൈസ് ആണ് അബാക്കസ്. പണ്ട് സ്ലേറ്റിൽ നമ്മൾ കണ്ടിട്ടില്ലേ, മറ്റേ കുറെ മുത്തുമണികൾ ഇട്ടിട്ട് ഇങ്ങനെ കളിക്കുന്ന ഒരു സാധനം, അതാണ് ഈ അബാക്കസിന്റെ ഒരു മോഡലാണ് സാധനം. അതെന്താ ഇങ്ങനെ 2 3 ഇങ്ങനെ മുത്തുകളായിട്ട് നമ്മൾ കണക്ക് കൂട്ടാനൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് അബാക്കസ്. അത് പണ്ട് കാലത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ കാൽക്കുലേറ്ററിന്റെ ആദ്യ രൂപം എന്ന് വേണമെങ്കിൽ പറയാം. കാൽക്കുലേറ്ററിനും കമ്പ്യൂട്ടറിന്റെ ഒക്കെ ആദ്യ രൂപമാണ് അബാക്കസ്. ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ പണ്ടൊരു കാൽക്കുലേറ്റിംഗ് മെഷീൻ, അല്ലെങ്കിൽ നമ്മളൊരു അതിന്റെ അർത്ഥം തന്നെ ഒരു കാൽക്കുലേറ്റ് എന്നാണ്. ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആയിരുന്നു ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വേർതിരിഞ്ഞ് ഓരോ രീതിയിൽ മാറ്റങ്ങൾ വന്നാണ് ഇന്നത്തെ കാണുന്ന ഇതിലേക്ക് മാറിയിരിക്കുന്നത്.
അപ്പോൾ ഈ അബാക്കസ് ആണ് ലോകത്തിലെ ആദ്യത്തെ കൗണ്ടിങ് ഡിവൈസ് ആയിട്ട് ആദ്യത്തെ ഈ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു ഡിവൈസ് ആണ് അബാക്കസ്. അതാണ് ലോകത്തിലെ ആദ്യത്തെ കൗണ്ടിങ് ഡിവൈസ് ആണ്. ഇനി ബേസിക് കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്നത് എന്താണ്? അബാക്കസ് ആണ് കേട്ടോ. അതായത് ബേസിക് കാൽക്കുലേറ്റർ അല്ല, ആദ്യത്തെ കാൽക്കുലേറ്റർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അബാക്കസ് ആണ് കേട്ടോ. ഈ അബാക്കസ് എവിടെയാണ് കണ്ടുപിടിച്ചത്? അത് ചൈനയിലായിരുന്നു ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ചൈനയിലാണ് അബാക്കസിന്റെ ഉത്ഭവം എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ചൈനയിലായിരുന്നു അബാക്കസിന്റെ ഉത്ഭവം എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുകയാണ് നേപ്പിയസ് ബോൺസ്. നേപ്പിയസ് ബോൺസ് കണ്ടുപിടിച്ച ആരാണ്? ജോൺ നേപ്പിയസ് എന്ന് പറയുന്ന വ്യക്തിയാണ് നേപ്പിയസ് ബോൺസ് കണ്ടുപിടിച്ചത്. ലോകത്തിലെ ആദ്യത്തെ അൽഗോരിതം ഡിസൈൻ ചെയ്തതും ആദ്യത്തെ അൽഗോരിതം ടേബിൾ ഡിസൈൻ ചെയ്തതും ആരാണ്? ഈ ജോൺ നേപ്പിയസ് ആണ് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ അൽഗോരിതം ഡിസൈൻ ചെയ്തതും ആദ്യ അൽഗോരിതം ടേബിൾ തയ്യാറാക്കിയവരാണ് ഈ ജോൺ നേപ്പിയസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ഡിവൈസ് ആണ് എന്ത്? നേപ്പിയസ് ബോൺസ് എന്ന് പറഞ്ഞ ഡിവൈസ് ആണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പം ജോൺ നേപ്പിയസ് എന്ന് പറഞ്ഞ വ്യക്തി മാർക്കണ്ട ആരാണ്? അൽഗോരിതം ഡിവൈസ് ഡിസൈൻ ചെയ്തതും ആദ്യത്തെ അൽഗോരിതം ടേബിൾ തയ്യാറാക്കിയത് നേപ്പിയസ് ബോൺസ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് കണ്ടുപിടിച്ച ആരാണ്? ജോൺ നേപ്പിയസ് ആണ്. നമ്മൾ നോക്കുന്ന പാസ്കലിൻ. ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലേറ്റർ ഏതാന്ന് ചോദിച്ചാൽ അതാണ് പാസ്കൽ കേട്ടോ. അത് അബാക്കസ് അല്ല, പാസ്കലിനാണ്. ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലേറ്റർ പാസ്കലിനാണ്. ബേസിക് കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് അബാക്കസ് ആണ് കേട്ടോ. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലേറ്റർ ഏതാണ്? അത് പാസ്കലിനാണ്. കണ്ടുപിടിച്ചത് ബ്ലെയ്സ് പാസ്കൽ. ആരാണ്? ബ്ലെയ്സ് പാസ്കൽ ആണ് ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലേറ്റർ ഉള്ള പാസ്കലിൻ കണ്ടുപിടിച്ചത്. ആരാണ്? ബ്ലെയ്സ് പാസ്കൽ. ഈ ഡിഫൻസ് എഞ്ചിൻ. ചാൾസ് ബബേജ് കണ്ടുപിടിച്ച ആദ്യത്തെ ഡിവൈസ് ആണ് ഡിഫൻസ് എഞ്ചിൻ. അത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പിതാവായിട്ടുള്ള ചാൾസ് ബബേജ് കണ്ടുപിടിച്ച ആദ്യത്തെ ഡിവൈസ് വെച്ച് ഏതാണ്? ഡിഫൻസ് എഞ്ചിൻ ആണ് കേട്ടോ. ഡിഫൻസ് എഞ്ചിൻ എന്ന് പറയുന്ന മെഷീനാണ് ആദ്യമായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചത്. മെക്കാനിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഡിവൈസ് ആണ് ഇത് ഡിഫൻസ് എഞ്ചിൻ എന്ന് പറയുന്നത്. എന്താണ്? മെക്കാനിക്കലി കാൽക്കുലേറ്റ് ചെയ്യുക, അതാണ് ഇതിന്റെ പ്രത്യേകത. അത് ഓർത്ത് വെക്കുക. മെക്കാനിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്ന സഹായിക്കുന്ന ഡിവൈസ് ആണ് ഇത് ഡിഫൻസ് എഞ്ചിൻ എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ അദ്ദേഹം കണ്ടുപിടിച്ച മറ്റൊരു, അതായത് ചാൾസ് ബാബേജ് കണ്ടുപിടിച്ച മറ്റൊരു ഡിവൈസ് ആണ് അനലിറ്റിക്കൽ എഞ്ചിൻ. എന്താണ് അനലിറ്റിക്കൽ എഞ്ചിൻ? ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ കമ്പ്യൂട്ടറിൽ വരെ ഉപയോഗിക്കുന്ന എന്തൊരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു ആശയം എന്ന് പറയുന്നത് എന്താണ്? ഈ അനലിറ്റിക്കൽ എഞ്ചിനാണ് കേട്ടോ. അനലിറ്റിക് എഞ്ചിന്റെ ഒരു സിസ്റ്റം ആണ് എന്ത് ഇപ്പോഴത്തെ മോഡേൺ കമ്പ്യൂട്ടറിൽ ഒക്കെ ഉപയോഗിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് കമ്പ്യൂട്ടറിന്റെ പിതാവായിട്ട് ആര്? ചാൾസ് ബാബേജ് കണക്കാക്കുന്നത്. കാരണം അനലിറ്റിക്കൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ആണ്. അതാണ് ഇപ്പോഴത്തെ മോഡേൺ കമ്പ്യൂട്ടറിൽ അതിന്റെ ഒരു ടെക്നിക്ക്, അതിന്റെ ഒരു ആശയം, അതിന്റെ ഒരു ഇത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ഇപ്പോഴത്തെ മോഡേൺ കമ്പ്യൂട്ടറുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് തന്നെ എന്താണ് കമ്പ്യൂട്ടറിന്റെ പിതാവായിട്ട് അദ്ദേഹം ഇത് കണ്ടുപിടിച്ച ചാൾസ് ബാബേജ്, അനലിറ്റിക്കൽ എഞ്ചിൻ കണ്ടുപിടിച്ച ചാൾസ് ബാബേജിന് കണക്കാക്കുന്നത്. ഇനി ടാബ്ലറ്റ് മെഷീൻ. ടാബ്ലേറ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത് പഞ്ച് കാർഡ് അടിസ്ഥാനപ്പെടുത്തി ഹെർമൻ ഹോളായി ഡിസൈൻ ചെയ്ത ഡിവൈസ് ആണ് ഇത് ടാബ്ലേറ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. എന്താണ്? പഞ്ച് കാർഡ് എന്ന് പറയുന്നത് പ്രിന്റർ അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസ് ആണ് കേട്ടോ. പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് എന്ത് ഈ പഞ്ച് കാർഡ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേകം കാർഡാണ്. അത് നമുക്ക് നെറ്റിലൊക്കെ അടിച്ചു കൊടുത്താൽ കാണാൻ പറ്റും, അതിന്റെ ഫോട്ടോസ് ഒക്കെ കാണാൻ പറ്റും. എന്താണ് പഞ്ച് കാർഡ്? ലോകത്ത് ആദ്യത്തെ പ്രിന്റർ അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസ് ആയിരുന്നു കേട്ടോ. അത് പ്രിന്ററിന്റെ അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസിന്റെ ആദ്യത്തെ രൂപം എന്ന് വേണമെങ്കിൽ പറയാം ഈ പഞ്ച് കാർഡിനെ. ഈ പഞ്ച് കാർഡിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഡിവൈസ് ആണിത് ടാബുലേറ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. എന്താണ് ടാബുലേറ്റിംഗ് മെഷീൻ? ഈ ടാബുലേറ്റിംഗ് മെഷീൻ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ഈ പഞ്ച് കാർഡാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കണ്ടുപിടിച്ച ആരാണ്? ഹെർമൻ ഹോളത്തീൻ ഡിസൈൻ ചെയ്താണ് എന്ത് ഈ ടാബുലേറ്റിംഗ് മെഷീൻ. എന്താണ്? ഹെർമൻ ഹോളത്തീൻ ഡിസൈൻ. അടുത്താണ് നോക്കാൻ പോകുന്നത് ടാബുലേറ്റിംഗ് മെഷീൻ. ടാബുലേറ്റിംഗ് മെഷീൻ എന്താ? പഞ്ച് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലാദ്യത്തെ പ്രിന്റർ അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസ് ആയിരുന്നു. ഈ പ്രിന്ററിന്റെ അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസിന്റെ ഒരു ആദ്യകാല രൂപമായിരുന്നു പഞ്ച് കാർഡ് എന്ന് പറയുന്നത്. അത് അടിസ്ഥാനപ്പെടുത്തി ഹെർമൻ ഹോളറിക് എന്ന് പറയുന്ന വ്യക്തി ഡിസൈൻ ചെയ്ത ഡിവൈസ് ആണ് ഇത് ടാബുലേറ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. എന്താണ്? പഞ്ച് കാർഡ് എന്ന് പറയുന്ന ആദ്യത്തെ പ്രിന്റർ അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസ് ആയിരുന്നു. ലോകത്തിലെ ആദ്യത്തെ പ്രിന്റർ അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസ് ആണ് ഇത് പഞ്ച് കാർഡ് എന്ന് പറയുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഹെർമൻ ഹോളറിത്ത് എന്ന് പറയുന്ന വ്യക്തി ഡിസൈൻ ചെയ്ത ഡിവൈസ് ആണ് ഇത് ടാബുലേറ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. 1890 അമേരിക്ക സെൻസസിന് ഉപയോഗിച്ച കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചാൽ അത് ഈ ടാബുലേറ്റിംഗ് മെഷീൻ ആണ് കേട്ടോ. 1890 തന്നെ അമേരിക്ക സെൻസസിന് ഉപയോഗിച്ച ഒരു കമ്പ്യൂട്ടർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ്? അത് ടാബുലേറ്റിംഗ് മെഷീൻ ആണ്. ഇനിയാണ് മെയിൻ ആയിട്ടുള്ളത് വരുന്നത് ENIAC. ENIACന്റെ ഫുൾ ഫോം എന്താ? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റിഗ്രേറ്റഡ് ആൻഡ് കാൽക്കുലേറ്റർ. എന്താണ്? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റിഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്നാണ് ENIACന്റെ ഫുൾ ഫോം എന്ന് അറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ചോദിച്ചാൽ ഏതാണ്? അത് ENIAC ആണ് കേട്ടോ. ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, PYQ ആണ്. ലോകത്തിലെ ആദ്യ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ചോദിച്ചാൽ അത് ENIAC ആണ്. ഇത് കണ്ടുപിടിച്ച ആരൊക്കെയാ? ജോൺ മോഷ്ലിയും പ്രസ്പർ എക്കേർട്ടും ആണ്. എന്താണ്? ജോൺ മോഷ്ലി, പ്രസ്പർ എക്കേർട്ടും ചേർന്നിട്ടാണ് ഇത് ENIAC എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. ആരൊക്കെയാണ്? ജോൺ മോഷ്ലി, പ്രസ്പർ എക്കേർട്ട്. ഈ കണ്ടുപിടിച്ച ആൾക്കാരുടെ പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളൂ. കാരണം ഇവർ അപൂർവമായിട്ട് PSC ഇതും ചോദിക്കാറുണ്ട്. പിന്നെ സ്ഥിരം ചോദ്യം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, കാരണം കമ്പ്യൂട്ടറിൽ കൂടുതൽ കറണ്ട് അഫയർ ആണ് ചോദിച്ചു വരുന്നത്. പക്ഷെ ബേസിക് ആയിട്ട് ചോദിക്കുമ്പോൾ ഇതും ചോദിച്ച് കാണാറുണ്ട്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ അവർ ചോദിക്കാറുണ്ട്.
കാരണം കൂടുതൽ ടഫ് ആക്കാൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്കൊക്കെ വരുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് കയറി വരാൻ സാധ്യത, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ. അപ്പോൾ ഇത് കണ്ടുപിടിച്ച ENIAC കണ്ടുപിടിച്ചാരാണ്? ജോൺ മോഷ്ലി ആൻഡ് പ്രെസ്പർ എക്കേർട്ട്. ആരാണ്? ജോൺ മോഷ്ലി ആൻഡ് പ്രെസ്പർ എക്കേർട്ട് ചേർത്താണ് ENIAC എന്ന് പറഞ്ഞ ഈ ഡിവൈസ്, അതായത് ഇലക്ട്രോണിക്കലി ന്യൂമറിക്കൽ ഇന്റിഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചാരാണ്? ജോൺ മോഷ്ലി ആൻഡ് പ്രെസ്പർ എക്കേർട്ട്. ഇത് ലോകത്തിലാദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ആണ്. ഇത് ENIAC എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ കമ്പ്യൂട്ടറിന്റെ തലമുറകൾ, ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് കേട്ടിട്ടില്ലേ, അത് പഠിക്കാൻ പോകട്ടെ. ഇതിനകത്തെ കാര്യങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതായത് 10ാം ക്ലാസ്സുകളിലെ ടെസ്റ്റിലുണ്ട്, +2 ടെസ്റ്റിലുണ്ട്. +2 ബേസിക് ആയിട്ട് പഠിക്കുന്നത്, കമ്പ്യൂട്ടർ ബേസിക് ആയിട്ട് പഠിക്കുന്നവർക്ക് പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ കമ്പ്യൂട്ടർ തലമുറ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് നോക്കി നോക്കാം കേട്ടോ. അതിൽ 1ാം തലമുറ കമ്പ്യൂട്ടർ, അതിന്റെ വർഷം നോക്കി നോക്കുക. 1940 മുതൽ 1956 വരെയാണ് 1ാം തലമുറ എന്ന് പറയുന്നത്. 1ാം തലമുറ എന്ന് പറയുന്നത് എപ്പോഴാണ്? 1940 മുതൽ 1956 വരെ. അത് ഉപയോഗിച്ചിരിക്കുന്ന അന്ന് ഈ 1ാം തലമുറയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി അയച്ചാൽ വാക്യൂം ട്യൂബുകൾ എന്ന് പറയുന്ന ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് 1ാം തലമുറ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന വാക്യൂം ട്യൂബുകൾ എന്ന് പറയുന്നതാണ്. കാരണം ഇത് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ നോക്കണം. കാരണം ഇത് എന്തൊക്കെയാണ് ടെക്നോളജി എന്തൊക്കെയാണെന്ന് ഇതിന്റെ കാര്യം നോക്കിയാൽ ഈ വാക്യൂം ട്യൂബിന്റെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത്രയും ഡീപ്പായിട്ട് PSC ചോദിക്കാറില്ല. ഇത് വാക്യൂം ട്യൂബ് എന്താണ് ഉപയോഗിച്ച ടെക്നോളജി എന്താണെന്നൊക്കെയാണ് കൂടുതലും ചോദിക്കാറുള്ളത്. കണ്ടുപിടിച്ച അന്നത്തെ ഇത് ഓരോന്ന് കണ്ടുപിടിച്ച ആരാന്നും അത് അന്നത്തെ ടെക്നോളജി എന്താണെന്നൊക്കെ ചോദിക്കുള്ളൂ. അല്ലാതെ അതിനകത്ത് ഈ വാക്യൂം ട്യൂബിനെ പറ്റി ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെപ്പറ്റി പറയാത്തത്. അപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി വെച്ചതാണ് വാക്യൂം ട്യൂബുകളാണ്. കാരണം ഇത് നമ്മൾ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം. ഒരുപാട് ഇങ്ങനെ വലിച്ചു വാരി പഠിച്ചിട്ട് കാര്യമില്ല. എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പോയിന്റ് ആയിട്ടാണ് അത്യാവശ്യം നോക്കേണ്ടത്. നമ്മൾ ഇത് ചോദിക്കുന്നത്, അതായത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ വന്നാൽ പോലും നമുക്ക് ഒരുപാട് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതായിട്ട് കാര്യമില്ല. ഈ കൂടുതലും പോയിന്റ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരുപാട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുമ്പോൾ എക്സാം എന്താണോ ആവശ്യം അതാണ് പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഈ കാണുന്ന പോലെ കുറേ വലിച്ചു വാരി പഠിച്ചിട്ട് അവസാനം നമ്മൾ നന്നായിട്ട് പഠിച്ചായിരുന്നു, എക്സാം കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ പഠിക്കേണ്ടത് എന്തോ അത് പഠിക്കണം. ആ പോയിന്റ് പഠിക്കാതെ വെറുതെ കുറെ വലിച്ചു വാരി പഠിച്ചിട്ട് കാര്യമില്ല. എക്സാമിന്റെ കറക്റ്റ് സിലബസ് നോക്കി സിലബസിൽ എന്താണ് പറയുന്നത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചാലേ കാര്യമുള്ളൂ. അപ്പോൾ ഉപയോഗിച്ച ടെക്നോളജി വെച്ചാൽ വാക്യൂം ട്യൂബുകളാണ് കേട്ടോ. വാക്യൂം ട്യൂബുകളാണ് 1ാം തലമുറ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്ന് വെച്ചിട്ടുണ്ട്. ഈ വാക്യൂം ട്യൂബുകൾ കണ്ടുപിടിച്ച ജോൺ എ ഫ്ലെമിംഗ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ജോൺ എ ഫ്ലെമിംഗ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് വാക്യൂം ട്യൂബുകൾ കണ്ടുപിടിച്ചാരാണ്? ജോൺ എ ഫ്ലെമിംഗ്. മെമ്മറി സ്റ്റോറേജായി മാഗ്നറ്റിക് ഡ്രമ്മാണ് എന്ത് ഈ 1ാം തലമുറ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചത്. എന്താണ് ഇതിനകത്ത് മെമ്മറി സ്റ്റോറേജ് ആയിട്ട് 1ാം തലമുറ കമ്പ്യൂട്ടറിൽ മെമ്മറി സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിച്ചത് എന്താണ്? മാഗ്നറ്റിക് ഡ്രം ആണ് ഉപയോഗിച്ചത്. മാഗ്നറ്റിക് ഡ്രം ആണ് മെമ്മറി സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഉപയോഗിച്ച ടെക്നോളജി വെച്ച് ഏതാണ്? വാക്യൂം ട്യൂബുകളാണ്. 1ാം കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച മെമ്മറി സ്റ്റോറേജ് ഏതായിരുന്നു? അത് മാഗ്നറ്റിക് ഡ്രം ആണ്. ഇനി 1ാം തലമുറയിലെ കമ്പ്യൂട്ടറാണ് ENIAC. എന്തായിരുന്നു ENIAC? നമ്മളിപ്പോൾ പഠിച്ച ENIAC എന്ന് പറയുന്നത് 1ാം തലമുറയെ കണ്ടുപിടിച്ച കമ്പ്യൂട്ടറാണ്. ഏതാണ്? ENIAC 1ാം തലമുറ കമ്പ്യൂട്ടർ ആട്ടോ. അത് വിട്ടുപോകരുത്. 1ാം തലമുറ കമ്പ്യൂട്ടർ ഏതാണ്? ENIAC. ഇനി അടുത്ത 2ാം തലമുറ. 2ാം തലമുറ എന്ന് പറഞ്ഞാൽ 56 മുതൽ 63, 1956 മുതൽ 1963 2ാം തലമുറ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ 2ാം തലമുറ കാലഘട്ടം എന്ന് പറയപ്പെടുന്നത് കമ്പ്യൂട്ടറിന്റെ. ഇതിനകത്ത് ഉപയോഗിച്ച ടെക്നോളജിയാണ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്. നമ്മളിപ്പോൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവില്ല, ഫിസിക്സിലൊക്കെ കേട്ടിട്ടുണ്ടാവില്ല ട്രാൻസിസ്റ്റേഴ്സ് എന്ന്. ആ ട്രാൻസിസ്റ്റർ ടെക്നോളജിയാണ് ഇതിനകത്ത് 2ാം തലമുറ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിച്ച ജോൺ ബാർഡിൻ, വാൾട്ടർ ബ്രാഡൈൻ, വില്യം ഷോക്ലി. ഇവർ 3 പേരാണ് എന്ത് ട്രാൻസിസ്റ്റേഴ്സ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ പേരൊന്ന് പഠിച്ചു വെക്കുക. ജോൺ ബാർഡിൻ, വാൾട്ടർ ബ്രാഡൈൻ, വില്യം ഷോക്ലി. ഇവർ 3 പേരും ചേർത്താണ് ട്രാൻസിസ്റ്റേഴ്സ് കണ്ടുപിടിച്ചത്. ഇനി പ്രോഗ്രാമിംഗ് ഭാഷ എന്ന ആശയം ഉടലെടുത്ത തലമുറയാണ് ഇത് 2ാം തലമുറ. ഈ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ സംഭവം അല്ലെങ്കിൽ പ്രോഗ്രാം ഭാഷ എന്ന് പറഞ്ഞ സംഭവം ഉടലെടുത്തൊരു തലമുറയാണ് ഇത് 2ാം തലമുറ കമ്പ്യൂട്ടർ കേട്ടോ. ഇനി പ്രോഗ്രാമിംഗ് ഭാഷകളായ ഫോർട്ടെറൈൻ, കൊബോള് എന്നിവ കണ്ടുപിടിച്ചത് ഈ കാലഘട്ടത്തിലാണ്. എന്താ? ഫോർട്ടെറൈൻ, കൊബോൾ പോലുള്ള പ്രോഗ്രാമിംഗ് ഭാഷകൾ കണ്ടുപിടിച്ച തലമുറ ഏതാണ്? അത് 2ാം തലമുറ കമ്പ്യൂട്ടർ. 2ാം തലമുറയിലാണ് ഈ ഫോർട്ടെറൈനും കൊബോളും പോലുള്ള പ്രോഗ്രാം ഭാഷകൾ കണ്ടുപിടിച്ചത്. ഈ തലമുറകളിൽ കണ്ടുപിടിച്ച കമ്പ്യൂട്ടറുകളാണ് IBM 1401, IBM 1620. ഈ 2 കമ്പ്യൂട്ടറും കണ്ടുപിടിച്ച തലമുറ ഏതാണ്? 2ാം തലമുറയിലാണ് കേട്ടോ. 2ാം തലമുറ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ IBM 1401ഉം IBM 1620 ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, 2ാം തലമുറയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ പ്രോഗ്രാമിംഗ് ഭാഷ എന്ന ആശയം ഉള്ളെടുത്തത് 2ാം തലമുറയിലാണ് കേട്ടോ. നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം തലമുറ കമ്പ്യൂട്ടർ. അത് 64 മുതൽ 71 വരെ. 1964 മുതൽ 1971 വരെയാണ് 3ാം തലമുറ കമ്പ്യൂട്ടർ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഇവിടെ ഉപയോഗിച്ച ടെക്നോളജിയാണ് ഇന്റിഗ്രേറ്റഡ് സർക്യൂട്ട് അല്ല IC എന്ന് പറയുന്നത്. IC അല്ലെങ്കിൽ ഇന്റിഗ്രേറ്റഡ് സർക്യൂട്ട്. കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ജാക്ക് കിൽബിയും റോബർട്ട് നോയ്സും ആണ്. ആരാണ്? ജാക്ക് കിൽബിയും റോബർട്ട് നോയ്സും ആണ് എന്ത് ഈ ഇന്റിഗ്രേറ്റഡ് സർക്യൂട്ട് കണ്ടുപിടിച്ചത്. ആരൊക്കെയാണ്? ജാക്ക് കിൽബിയും റോബർട്ട് നോയ്സും ചേർന്നിട്ടാണ് ഇന്റിഗ്രേറ്റഡ് സർക്യൂട്ട് കണ്ടുപിടിച്ചത്. കീബോർഡ്, മോണിറ്റർ തുടങ്ങിയവ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിന് ഏതാണ്? 3ാം തലമുറ കേട്ടോ.
ഈ കീബോർഡ്, മോണിറ്റർ ഇങ്ങനെയുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണം എന്നുള്ള സംഭവമില്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നത് എവിടെയാണ്? ഈ മൂന്നാം തലമുറ കമ്പ്യൂട്ടറിലാണ് കേട്ടോ. രണ്ടാം തലമുറയിൽ എന്താണ് വന്നത്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വന്നു, അത് പ്രോഗ്രാമിംഗ് ഭാഷ വന്നു. മൂന്നാം തലമുറയിൽ എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങളുടെ കാലഘട്ടമായിട്ടാണ് ഇത്. കീബോർഡ്, മോട്ടോർ പോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ തുടങ്ങിയ കാലഘട്ടം അതാണ് മൂന്നാം തലമുറയാണ്. ഈ മൂന്നാം തലമുറയിലെ കമ്പ്യൂട്ടറാണ് IBM 370യും IBM 360യും. IBM 360യും 370യും വന്ന കമ്പ്യൂട്ടറുകൾ ഏതൊക്കെ? ഏത് തലമുറയില? മൂന്നാം തലമുറ. മൂന്നാം തലമുറ കമ്പ്യൂട്ടറിന് ഉദാഹരണമാണ് IBM 370, 360. ഇനി ബേസ് എന്ന ഹൈലൈൻ, അത് ബേസ് എന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായിരിക്കുക. ഏതാണ്? ബേസ് എന്ന ഹൈ ലെവൽ ലാംഗ്വേജ് വന്ന കാലഘട്ടം ഏതാണ്? മൂന്നാം തലമുറ കാലഘട്ടമാണ് കേട്ടോ. മൂന്നാം തലമുറ കമ്പ്യൂട്ടർ കാലഘട്ടമാണ് ബേസ് എന്ന ഹൈ ലെവൽ ലാംഗ്വേജ് വന്നിട്ടുള്ളത്, തയ്യാറാക്കിയത്. അപ്പൊ ഇതിന്റെ പ്രത്യേകം രണ്ടാം തലമുറ പ്രത്യേകം എന്തായിരുന്നു? നമ്മൾ ഭാഷ, അത് നമ്മൾ പ്രോഗ്രാം ഭാഷ വന്ന തലമുറയാണ് രണ്ടാം തലമുറ. മൂന്നാം തലമുറയാണെങ്കിൽ അത് കീബോർഡ്, മോണിറ്റർ തുടങ്ങി ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണം ഉപയോഗിക്കാൻ തുടങ്ങി ബേസ് എന്ന ഹൈ ലെവൽ ലാംഗ്വേജ് കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് ഇത് മൂന്നാം തലമുറ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഈ നാലാം തലമുറ, ഈ നാലാം തലമുറയുടെ പ്രത്യേകത വെച്ചാൽ ഇത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന നാലാം തലമുറ അഞ്ചാം തലമുറേന്റെ ഇടയിലാണ് നമ്മൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് 1971 ശേഷം എന്നുള്ള രീതി കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മളിപ്പോഴും നാലാം തലമുറ കഴിഞ്ഞിട്ടുമില്ല, അഞ്ചാം തലമുറ തുടങ്ങി പൂർണ്ണമായിട്ട് തുടങ്ങിയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഇങ്ങനെയാണ് മറ്റേ ശാസ്ത്രലോകം ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത്. തലമുറ പറയുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ നാലാം തലമുറ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച ടെക്നോളജി മൈക്രോ പ്രൊസസ്സറാണ്. ഇപ്പോഴും ഉപയോഗിക്കുന്ന മൈക്രോ പ്രൊസസ്സർ തന്നെയല്ല. അപ്പം ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി വെച്ചതാണ് മൈക്രോ പ്രൊസസ്സർ. മൈക്രോ പ്രൊസസ്സർ നിലവിൽ വന്നതോടെ കമ്പ്യൂട്ടറിന്റെ CPU തന്നെ ഒറ്റ സിലിക്കൺ, അത് ഒറ്റ സിലിക്കൺ ചിപ്പിലേക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞ് സാധിച്ചത് എന്താണ്? ഈ CPU എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ തലച്ചോറ് എന്ന് പറയപ്പെടുന്നതല്ലേ. ഈ കമ്പ്യൂട്ടർ തലച്ചോറ് എന്ന് പറയപ്പെടുന്ന CPU ഒറ്റ സിലിക്കൺ ചിപ്പിലേക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചു. അതാണ് എന്ത്? മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്ന ഇത് ടെക്നോളജി വന്നതിന്റെ ഏറ്റവും വലിയ ഗുണം. അതായത് കമ്പ്യൂട്ടറിന്റെ വലിപ്പം കുറയ്ക്കാൻ പറ്റി. അതായത് വളരെ ചെറിയ രൂപത്തിൽ. പണ്ട് കണ്ടില്ലേ, ഒരു റൂമിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് ഓരോന്ന് ചെറുതായി ഒരു വലിയ ടേബിളിന്റെ രൂപത്തിൽ വന്നു. വലിയ ടേബിൾ മൊത്തത്തിൽ കൊള്ളുന്ന രീതി അങ്ങനെ വന്ന് ഇപ്പം എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിന്റെ രൂപത്തിൽ വരെ അത്രയും ചെറിയ രീതിയിലേക്ക് വരെ നമ്മൾ കമ്പ്യൂട്ടർ എത്തിക്കഴിഞ്ഞു. അപ്പൊ അത്രയും അതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒന്നാണ് ഇത് മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത്. അതായത് ഈ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏത് ഡിവൈസ് ആണ് CPU എന്ന് പറയുന്നത്. ആ CPUവിനെ ഒറ്റ സിലിക്കൺ ചിപ്പിലേക്ക്, അത് ചെറിയ ചെറിയ ചിപ്പിലേക്ക് മാറ്റി ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ മൈക്രോ പ്രൊസസ്സറിന്റെ കണ്ടുപിടുത്തത്തോടെയാണ്. അപ്പൊ ഇത് നാലാം തലമുറയിലാണ് വന്നിട്ടുള്ളത്. ഏതാണ്? ഈ നാലാം തലമുറയിലാണ് എന്ത് ഈ കമ്പ്യൂട്ടർ സിസ്റ്റം വന്നത്, ഈ ഒരു മൈക്രോ പ്രൊസസ്സർ വന്നിട്ടുള്ളത്. ഇനി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ നടത്തിയിട്ടുള്ള സിലിക്കൺ ചിപ്പുകളാണ് ഇത് മൈക്രോ പ്രൊസസ്സർ. അതായത് ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ നടത്തിയിട്ടുള്ള സിലിക്കൺ ചിപ്പുകളാണ് എന്ത്? മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത്. പിന്നീട് എന്ത് ചെയ്തു? ഇതിനെ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ചിപ്പായിട്ട് പുറത്തിറങ്ങി. എന്താണ് വെരി ലാർജ് ഇന്റഗ്രേഷൻ? ആദ്യം ഇത് ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ചിപ്പായിരുന്നു. പിന്നീട് അത് വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ചിപ്പായിട്ട് പുറത്തിറങ്ങി. IBM PC, Apple II ഇതൊക്കെ ഏതാണ്? നാലാം തലമുറയിലാണ്. Apple II വന്നതിനകത്ത് നാലാം തലമുറയിലാണ് വന്നത്. IBM PCയും Apple II ഒക്കെ വന്നതിലാണ് നാലാം തലമുറയിലാണ്. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നാലാം തലമുറ ഇട്ട് കഴിഞ്ഞിട്ടുമില്ല, അഞ്ചാം തലമുറ തുടങ്ങുകയും ചെയ്തു എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ അഞ്ചാം തലമുറ ഫ്യൂച്ചർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നതാണ് അഞ്ചാം തലമുറ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന AI പോലുള്ള സംഭവങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള എന്താണ് അഞ്ചാം തലമുറ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഈ അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് സാങ്കേതികതയാണ് ഉപയോഗിക്കുന്നത്. എന്താണ് അൾട്രാ? നാലാം തലമുറയിൽ എന്തൊക്കെയായിരുന്നു? വെരി ലാർജ് സ്കെയിലും വെരി ലാർജ് സ്കെയിലും ആയിരുന്നു ഉപയോഗിച്ചത്. ഇതിനകത്ത് അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടാണ് സാങ്കേതികതയാണ് എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സ്പീച്ച് റെക്കഗ്നൈസേഷൻ, ഫേസ് റെക്കഗ്നൈസേഷൻ, റോബോട്ടിക് വിഷൻ തുടങ്ങിയ സാങ്കേതികതകളൊക്കെ ഏതിനാണ്? അഞ്ചാം തലമുറയിലാട്ടോ. ഏതൊക്കെയാണ്? സ്പീച്ച് റെക്കഗ്നൈസേഷൻ, ഫേസ് റെക്കഗ്നൈസേഷൻ, റോബോട്ടിക് വിഷൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന സ്പീച്ച് റെക്കഗ്നൈസേഷൻ, ഈ ഫേസ് റെക്കഗ്നൈസേഷൻ സംഭവമൊക്കെ നമ്മളിപ്പോൾ ഫോൺ അൺലോക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നില്ലേ, ആ സംഭവമൊക്കെ ഏതാണ്? അഞ്ചാം തലമുറ കമ്പ്യൂട്ടറുകളുടെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ്. അഞ്ചാം തലമുറ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അതുകൊണ്ടാണ് അഞ്ചാം തലമുറ കഴിഞ്ഞിട്ട് തുടങ്ങി എത്തിയിട്ടുമില്ല, ഒരുപാട് എത്തിയിട്ടുമില്ല, എന്നാൽ നാലാം തലമുറ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നത്. ഇപ്പൊ ഇത്രയാണ് കമ്പ്യൂട്ടറുകളുടെ തലമുറ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് കമ്പ്യൂട്ടറിൽ പറഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളും ബാക്കി ഇതിലും ഹാർഡ്വെയർ ഭാഗങ്ങളും ഒക്കെ ആയിട്ടുള്ള നമ്മൾ ക്ലാസ്സുകൾ വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയാണുള്ളത്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഇൻപുട്ട് ഡിവൈസുകളെ പറ്റി നോക്കാം. അപ്പം അതുവരേക്കും താങ്ക് യു.